തുടർച്ചയായ രണ്ടാം കളിയിലും സമനില വഴങ്ങിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കരുത്തരായ ഒഡീഷ എഫ്സിക്കെതിരെ നടന്ന പോരാട്ടത്തിൽ 2 ഗോളുകൾക്ക് ലീഡ് എടുത്തു നിന്നതിന് ശേഷമായിരുന്നു മഞ്ഞപ്പടയ്ക്ക് സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത്. 18-ാം മിനിറ്റിൽ നോഹ സദയിയും 21-ാം മിനിറ്റിൽ ജെസ്യൂസ് ജിമിനസും നേടിയ ഗോളുകളിൽ മുന്നിലെത്തിയ മഞ്ഞപ്പടയെ ആദ്യ പകുതിയിൽ തന്നെ ഒഡീഷ സമനിലയിൽ കുരുക്കിയിരുന്നു. ഇതേ സ്കോറിനാണ് മത്സരം അവസാനിച്ചതും. 2 ഗോളിന് മുന്നിട്ട് നിന്ന കളിയിൽ സമനിലയിൽ തളയ്ക്കേണ്ടി വന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ പോലെ ടീമിന്റെ പരിശീലകനെയും നിരാശനാക്കിയിട്ടുണ്ട്. കളിക്ക് ശേഷം സംസാരിക്കവേ മഞ്ഞപ്പടയുടെ മുഖ്യ പരിശീലകനായ മിഖായൽ സ്റ്റാറെ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. 2 ഗോൾ ലീഡ് നഷ്ടപ്പെടുത്തിയത് വേദനാജനകമാണെന്ന് പറഞ്ഞ സ്റ്റാറെ, എന്നാൽ രണ്ടാം പകുതിയിൽ തന്റെ താരങ്ങൾ കാഴ്ചവെച്ച പ്രകടനത്തിൽ അഭിമാനമുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഗെയിം പ്ലാൻ മികച്ച രീതിയിൽ പിന്തുടർന്നാണ് തങ്ങൾ കളിച്ചതെന്നും വളരെ വേഗത്തിലും ആക്രമണോത്സുകതയുടെയും കളിക്കുന്ന ടീമായിരുന്നുവെന്നും തീർച്ചയായും ആ 2 ഗോളുകൾ അർഹിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എവിടെ നിന്നോ ഒരു ഗോൾ വഴങ്ങിയ ശേഷം വളരെ പെട്ടെന്ന് മഞ്ഞപ്പടയ്ക്ക് മൊമെന്റം നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നും ഒഡീഷ എഫ്സി അങ്ങനെ കളിയിലേക്ക് തിരിച്ചെത്തിയെന്നും 2-0 ആ ലീഡ് നഷ്ടപ്പെടുന്നത് ശരിക്കും വേദനാജനകമായിരുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ മഞ്ഞപ്പടയുടെ താരങ്ങളുടെ പ്രകടനത്തിൽ അഭിമാനമുണ്ടെന്നും രണ്ടാം പകുതിയിൽ അവർ ശക്തമായി തിരിച്ചു വന്നെന്നും സ്റ്റാറെ വ്യക്തമാക്കുന്നുണ്ട്. ഒഡീഷയ്ക്കെതിരായ മത്സരഫലത്തിൽ താൻ നിരാശനല്ലെന്നും എന്നാൽ അമിതമായി സന്തോഷവാനല്ലെന്നും മിഖായൽ സ്റ്റാറെ വെളിപ്പെടുത്തി. മൊത്തത്തിൽ നെഗറ്റീവുകളെക്കാൾ കൂടുതൽ പോസിറ്റീവാണുള്ളതെന്ന് ഉറപ്പാണ് എന്നും 2-0 മുന്നിലായിരുന്നിട്ടും മത്സരം ജയിക്കാൻ സാധിക്കാതിരുന്നത് വിഷമിപ്പിക്കുന്നുണ്ടെന്നും അമിത സന്തോഷവുമില്ല അമിതമായ നിരാശയുമില്ല, ഇതിന് രണ്ടിനും ഇടയിൽ എവിടെയോ ആണ് താനെന്നും സ്റ്റാറെ പറയുന്നു. രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ കളി നിയന്ത്രിച്ചെന്നാണ് സ്റ്റാറയുടെ പക്ഷം. വേഗമുള്ളതും വൈഡായി കളിക്കുന്നതുമായ താരങ്ങൾ ഒഡീഷയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗോൾ കണ്ടെത്തുക എന്നത് സാധാരണമായിരുന്നു. എന്നാൽ പ്രതിരോധത്തിൽ മഞ്ഞപ്പട ഉറച്ചു നിന്നു. അതിൽ സന്തോഷമുണ്ടെന്ന് കൂടി ബ്ലാസ്റ്റേഴ്സ് കോച്ച് വ്യക്തമാക്കി. അതേസമയം 2024-25 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ സമനിലയാണിത്. നേരത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരായ കളിയിലും മഞ്ഞപ്പടയ്ക്ക് സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയായിരുന്നു. ഈസ്റ്റ് ബംഗാളിനെതിരെയായിരുന്നു ടീമിന്റെ ഏക ജയം. ആദ്യ കളിയിൽ പഞ്ചാബ് എഫ്സിക്കെതിരെ 1-2 ഗോളുകൾക്ക് മഞ്ഞപ്പട പരാജയപ്പെടുകയായിരുന്നു. ഒഡീഷയ്ക്കെതിരായ സമനിലയോടെ 4 കളികളിൽ 5 പോയിന്റായ കേരള ബ്ലാസ്റ്റേഴ്സ് ISL ടേബിളിൽ ഇപ്പോൾ 4ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. 4 കളികളിൽ 10 പോയിന്റുമായി ബംഗളൂരു എഫ്സിയാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ 1ാമത്. പഞ്ചാബ് 2ാമതും ജംഷഡ്പൂർ 3ാമതുമുണ്ട്. ഇനി ഈ മാസം 20-നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. മുഹമ്മദനാണ് എതിരാളികൾ. പരിശീലകൻ മാറിയതിനു പുറമെ മറ്റു ചില മാറ്റങ്ങളും മഞ്ഞപ്പടയിൽ അടുത്തിടെ സംഭവിച്ചിട്ടുണ്ട്. ക്ലബിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി അഭിക് ചാറ്റർജിയെ കഴിഞ്ഞ ദിവസമാണ് ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചത്. ക്ലബിന്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരാധകരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ഉൾപ്പെടെ ഫീൽഡിലും ഫീൽഡിന് പുറത്തുമുള്ള മികച്ച പ്രകടനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമനം.